ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷൻസിന്റെ തന്നെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഫ്രാക്ഷൻസിന്റെ ഒരു ലൈവ് കഴിഞ്ഞതാണ് അല്ലേ? അതിൽ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആരെങ്കിലും ആ ഒരു വീഡിയോ ആ ലൈവ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ ആ ഒരു വീഡിയോ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്കും കൊടുക്കാം. സോ ആദ്യം അത് കാണാം, എന്നിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ. ഓക്കെ, സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ. എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് പോവല്ലേ? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 1/2, 1/4, 1/8. ഇവിടെ 3 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? അടുത്ത നമ്പർ ഏതായിരിക്കും? സോ ഈ 3 തന്ന നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത നമ്പർ കാണേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ എല്ലാ നമ്പേഴ്സിലും മുകൾ ഭാഗത്ത് ന്യൂമറേറ്റേഴ്സിൽ 1 ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇനി വരുന്ന നമ്പറിലും എന്തായിരിക്കും? ന്യൂമറേറ്ററിൽ എന്തായാലും 1 ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ഓപ്ഷൻ എ ആവാം, ബി ആവാം, സി ആവാം. ബട്ട് ഡി ആവോ? ഡി ഒരിക്കലും ആവില്ല. കാരണം എന്തായാലും ബാക്കിയുള്ള നമ്പേഴ്സിലൊക്കെ മുകളിൽ ന്യൂമറേറ്ററിൽ 1 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആൻസറിലും ഇനിയുള്ള വരുന്ന നമ്പറിലും 1 ആയിരിക്കും വരിക. ഇനി താഴെ നമ്മൾ ഡിനോമിനേറ്ററിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2, പിന്നെ 2 into 2 ആണ് 4 അല്ലേ? 2 into 2 ആണ് 4. ഇവിടെ ഫസ്റ്റ് 2 വന്നു, അതിലോട്ടൊരു into 2 ചെയ്താലാണ് നമുക്ക് 4 കിട്ടുക. 4 into 2 ആണ് ഏത്? 8 എന്നുള്ള വാല്യൂ. ഇവിടെ into 2. അപ്പൊ ഇനി അടുത്ത വാല്യൂ എന്തായിരിക്കും? 8 into 2 ആയിരിക്കും. 8 into 2 എത്ര? 16. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? മുകൾ ഭാഗത്ത് 1ഉം ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ 1ഉം ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും? അതായത് നമ്മുടെ ഡൗൺ സൈഡിൽ താഴെ ഭാഗത്ത് എന്തായിരിക്കും? 16 ആയിരിക്കും. സോ 1/16 ആണ് ഇവിടെ നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ സി ഇല്ലേ? യെസ്, ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് MTS എക്സാംസിനും അതുപോലെ ഇനി വരാൻ പോകുന്ന നമുക്ക് പല എക്സാംസുകൾ ഉണ്ടാവും. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നമുക്ക് പെയർ തന്നിട്ട് കുറച്ച് നമ്പേഴ്സ് തരും, അടുത്ത നമ്പർ ഏതായിരിക്കും നമ്മൾ. ഓക്കെ അല്ലേ? എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ ആ ഒരു 3 നമ്പർ നമ്മൾ തന്ന നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിന്റെ റിലേഷൻ കാണണം, എന്നിട്ട് വേണം നമ്മൾ അടുത്ത നമ്പർ കാണാൻ. നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെയും വാട്ട് ഇസ് നെക്സ്റ്റ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്? ഈ ഒരു സീരീസിൽ അടുത്ത നമ്പർ ഏതാ വരിക എന്നാണ് കാണേണ്ടത്. ഇവിടെ എന്താണ്? ആദ്യം 1/2, പിന്നെ 2/4, 3/6. ഇവിടെ എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് ഏതായിരിക്കും ആൻസർ വരിക? 1/4 ആണോ, 2/8 ആണോ, 4/6 ആണോ, 4/8 ആണോ? ഏതായിരിക്കും വരിക? ഇവിടെ നമ്മൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ 1 into 2 ആണ് 2 അല്ലേ? 1ന്റെ ഇരട്ടിയാണ് താഴെയുള്ള നമ്പർ. ഇനി അടുത്ത നമ്പർ നോക്കൂ. ഇവിടെ 2 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് താഴെയുള്ള നമ്പർ അല്ലേ? ഇവിടെ 3ന്റെ ഇരട്ടിയാണ് 6 എന്നുള്ളത് അല്ലേ? അപ്പൊ ഇനി അടുത്ത എന്തായിരിക്കും? ഇവിടെ 4 ആയിരിക്കും മുകളിൽ വരിക. 4ന്റെ ഇരട്ടി വരുന്ന വാല്യൂ ഏതാ? 4 into 2 എത്ര? 8 അല്ലേ? സോ 8 ആണ് വരിക അല്ലേ? സോ 4/8. നമുക്ക് ഓപ്ഷൻസ് ഇല്ലേ? ഓപ്ഷൻ ഡി ഉണ്ട്. ഡി ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ അല്ലേ എങ്ങനെ ചെയ്തു എന്നുള്ളത്? അവിടെ റിലേഷൻ കണ്ടില്ലേ? ആ മുകളിലുള്ള വാല്യൂവിന്റെ ഡബിൾ ആണ് താഴെയുള്ള വാല്യൂ വരുന്നത്. സോ ആ രൂപത്തിൽ ഫസ്റ്റ് 1 2 3 വന്നു അല്ലേ? ഇവിടെ 1 വന്നു, 2 വന്നു, 3 വന്നു. അടുത്ത എന്തായിരിക്കും? 4 ആയിരിക്കും. അതിന്റെ ഡബിൾ ഉള്ള വാല്യൂ ആയിരിക്കും താഴെ വരിക. 8 ആയിരിക്കും വരിക. സോ 4/8 ആണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്തിനാണ്? വിച്ച് വൺ ഈസ് ദ ഓഡ് വൺ? നമുക്കിവിടെ ഓഡ് വൺ ഓഫ് ദ ഫോളോയിങ്, ഈ തന്ന നമ്പേഴ്സിൽ ഓഡ് വൺ ആണ് കാണുന്നത്. ഒന്ന് നോക്കൂ, ഇതില് ഒരു നമ്പർ നമുക്ക് ഓഡ് വൺ ആയിട്ട് പുറത്ത് കിടക്കും. ബാക്കിയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. സോ അത് ഏതാണ്? 4/8 ആണോ, 3/4 ആണോ, 2/4, 1/2, 8/16, 20/40? ഓ യെസ് യെസ് യെസ്. സോ ആൻസർ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ആദ്യം നോക്കുക, എന്നിട്ട് വേണം സാർ എക്സ്പ്ലനേഷൻ കാണാൻ. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതിൽ ആൻസർ വരിക 3/4. എന്തുകൊണ്ടാണ്? നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിലെ റിലേഷൻ പോലെ തന്നെയാണ് ഇവിടെ ഈ നമ്പേഴ്സിന്റെ റിലേഷൻ ഉള്ളത്, ബാക്കിയുള്ള നമ്പേഴ്സിന്റെ റിലേഷൻ ഉള്ളത്. മുകളിൽ 4 വന്നു, താഴെ അതിന്റെ ഡബിൾ ആയിട്ടുള്ള 8 വന്നു. ഇവിടെ 3 വന്നു, അടുത്ത് 4 ആണ് വന്നത്. അതാണ് നമ്മുടെ ഇവിടെ ഓഡ് വൺ ആയിട്ട് വരുന്ന നമ്പർ അല്ലേ? സോ അതുകൊണ്ടാണ് ഞാൻ 3/4 അവിടെ ആൻസർ പറഞ്ഞത്. ഇവിടെ ബാക്കിയുള്ള നോക്കൂ, 2 വന്നു, ജസ്റ്റ് ആഫ്റ്റർ വാല്യൂ ഡബിൾ ആയിട്ടുള്ള വാല്യൂ 4 വന്നു താഴെ. ഇവിടെ 1 വന്നു, അതിന്റെ ഡബിൾ 2. 8 വന്നു, 8ന്റെ ഡബിൾ എത്ര? 16. 20, 20ന്റെ ഡബിൾ എത്ര? 40. സോ ബാക്കിയുള്ള എല്ലാ ഫ്രാക്ഷൻസിലും അവിടെ ഒരു റിലേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഈ ഒരു നമ്പറിൽ മാത്രമാണ്, ഈ ഒരു ഫ്രാക്ഷനിൽ മാത്രമാണ് ആ ഒരു റിലേഷൻ ഇല്ലാത്തത്. സോ നമ്മുടെ ആൻസർ ഏതാ വരിക? ഇവിടെ ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻ സി. ഓപ്ഷൻ സി 3/4 ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ഡേ ഈസ് 16 ഹവേഴ്സ്? ഒരു ദിവസത്തിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് 16 ഹവേഴ്സ്? 16 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ എത്ര ഫ്രാക്ഷൻ ആണെന്ന് കണ്ടത്. സോ 1 ഡേ എന്ന് പറഞ്ഞാൽ എത്ര ഹവേഴ്സ് ആണ്? 24 ഹവേഴ്സ് ആണ് അല്ലേ? 1 ഡേ എന്ന് പറഞ്ഞാൽ എത്ര ഹവേഴ്സ് ആണ്? ടോട്ടൽ 24 ഹവേഴ്സ്. സോ നമ്മൾ ഫ്രാക്ഷൻ എങ്ങനെ എഴുതാന്ന് പഠിച്ചതാണല്ലേ? അപ്പോൾ നമ്മൾ കേക്കിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നു, ടോട്ടൽ എത്ര പീസ് ആണുള്ളത് അത് നമ്മൾ താഴെ എഴുതും.
മുകളിൽ നമ്മൾ കേക്കിന്റെ കേസിൽ നമ്മൾ എത്ര പീസസ് ആണ് എടുത്തത് അത് മുകളിൽ എഴുതും. സോ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഹവേഴ്സിന്റെ രൂപത്തിലാണ്. ടോട്ടൽ എത്ര ഹവേഴ്സ് ആണ് ഉള്ളത്? 24 ഹവേഴ്സ് ആണ്. സോ നമ്മൾ താഴെ 24 ഹവേഴ്സ്. ആ 24 ഹവേഴ്സിൽ എത്രയാണ് ഉള്ളത്? 16 ഹവേഴ്സ് ആണുള്ളത്. സോ 16 ഹവേഴ്സ് നമ്മൾ മുകളിൽ എഴുതും. സോ 16/24 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ബട്ട് 16/24 നമ്മളെ ആൻസറിൽ ഉണ്ടോ? ഓപ്ഷനിൽ കാണുന്നില്ല അല്ലേ? ഇവിടെ 24/16 കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? നമ്മളെ കൺഫ്യൂസിങ് ആക്കി നമ്മളെ ആൻസർ 24/16 എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷനൊക്കെ തന്നുള്ളത്. ഇവിടെ 16/24 കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ ഇതായിരിക്കും. ഇവിടെ 24/16 ആണോ എന്ന് വിചാരിച്ച് അവിടെ കൊടുത്താൽ എന്തായി? അത് തെറ്റിപ്പോവും. ക്ലിയർ അല്ലേ? യെസ്. സോ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഈ 16/24 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ കണ്ടില്ലേ, ഈ 4/8ഉം 2/4ഉം 1/2 8/16 20/40 ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ സെയിം ഫ്രാക്ഷൻസ് ആണ്. സെയിം ഫ്രാക്ഷൻസ് എന്ന് പറയാൻ കാരണം നമുക്ക് 4/8 എന്നുള്ള ഫ്രാക്ഷൻ നമ്മൾ ഒരു ഫിഗറിൽ ആക്കി വരയ്ക്കുകയാണെങ്കിൽ 4/8 എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വരച്ചാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ 4/8 എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ 8 പാർട്സ് ഉണ്ട്. അതിൽ 4 പാർട്സ് കളർ ചെയ്തു അല്ലേ? അപ്പോൾ ഞാനിവിടെ 8 പാർട്സ് ആക്കാം. അപ്പോൾ ഇവിടെ 8 പാർട്സ് ആക്കി. ഈ 8 പാർട്സിൽ ഞാൻ 4 പാർട്ട് കളർ ചെയ്താൽ ഇത് ശരിക്കും എന്താണ്? ഈ ഒരു സർക്കിളിന്റെ ഹാഫ് പാർട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഹാഫ് പാർട്ട് ഷെയ്ഡ്. അതായത് ഇത് 1/2 കറക്റ്റ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഇതുപോലെ ഒരു ഹാഫ് പാർട്ടിനെ ആയിരിക്കും ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 1/2 ഈ ഒരു 1/2 എന്നുള്ള ഫ്രാക്ഷനും നമ്മൾ റെപ്രസെന്റ് ചെയ്തപ്പോഴും 4/8 എന്നുള്ള ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്തപ്പോഴും സെയിം ആയിട്ടാണ് വന്നത് അല്ലേ? ഇനിയും ഇതുപോലെ നമ്മൾ 2/4 ചെയ്യുകയാണെങ്കിലും ഒരു സർക്കിൾ വരച്ചു, പിന്നെ 4 പാർട്ടാക്കി, ഇതിൽ 2 പാർട്ട് കളർ ചെയ്താലും 1/2 ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് വരിക അല്ലേ? 1/2 ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് വരിക. സോ ഇങ്ങനത്തെ ഫ്രാക്ഷൻസ് ഇതൊക്കെ ഈക്വൽ ഫ്രാക്ഷൻസ് ഇതെങ്ങനെ കിട്ടാന്ന് അറിയാം. ഇതിൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ആയിട്ടുള്ള 1/2 ഈ 1/2 നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ അതായത് താഴെയും മുകളിലും നമ്മൾ സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓക്കെ. ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫിഗർ ഒക്കെ ഞാൻ വായിക്കുകയാണ്. 1/2 എന്നുള്ള ഫ്രാക്ഷൻ എഴുതി. ഇതില് നമ്മൾ മുകളിലും താഴെയും അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? മുകളിൽ 1 × 2 എത്രയാണ്? 2 അല്ലേ? 2 × 2 എത്ര? 4 ആണ്. അപ്പോൾ 2/4. ഈ 1/2 എന്നുള്ളത് തന്നെയാണ് 2/4. ഇതെന്താ ചെയ്തത്? 1/2 മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഫ്രാക്ഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ ഫിഗർ വരച്ചപ്പോൾ കണ്ടല്ലേ, ഇവിടെ 2/4 എന്നുള്ളത് 1/2 എന്നുള്ളതും കാണുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണെങ്കിലും അത് റെപ്രസെന്റ് ചെയ്തപ്പോൾ സെയിം ഫ്രാക്ഷൻ ആണ് കാണിക്കുന്നത്. ഹാഫ് എന്നുള്ള പോർഷൻ തന്നെയാണ് അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇനിയിപ്പോൾ ഈ 1/2 ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. 1/2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 3/6 ആയിരിക്കും അല്ലേ? 3/6 ആണ് കിട്ടിയത്. സോ 3/6 എന്ന് പറഞ്ഞാലും 1/2 എന്ന് പറഞ്ഞാലും 2/4 എന്ന് പറഞ്ഞാലൊക്കെ സെയിം ആണ്. ഇവിടെ 3/6 ഇവിടെ നമുക്ക് 3/6 തന്നിട്ടില്ല. ബട്ട് ഇവിടെ 2/4 1/2 ഈ 4/8 ഇങ്ങനെ ഈ 4/8 കിട്ടുക ഈ 1/2 എന്നുള്ള ഫ്രാക്ഷനിൽ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4/8 എന്നുള്ള ഫ്രാക്ഷൻ കിട്ടും. ക്ലിയർ ആയോ? അതായത് ഇതിൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷന് നമ്മൾ ഏതോ നമ്പേഴ്സ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രാക്ഷൻസ് ആണ് ഇതിലുള്ള ബാക്കിയുള്ള എല്ലാ ഫ്രാക്ഷൻസും. സോ സെയിം രൂപത്തിൽ നമ്മൾ ആലോചിക്കണം. ഈ 16/24 എന്നുള്ളത് ഏതോ ഒരു ചെറിയൊരു ഫ്രാക്ഷനെ ഏതോ സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 16/24 എന്ന് കിട്ടിയത്. ഇത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. അതായത് 16/24 16ഉം 24ഉം 2 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, 4 കൊണ്ട് ഡിവിസിബിൾ ആണ്, 8 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലേ? 8ന്റെ മൾട്ടിപ്പിൾസ് ആണ് 16 എന്നുള്ളതും 24 എന്നുള്ളതും 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോറി, ഇവിടെ ആദ്യം 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത രീതിയിൽ കാണിച്ചു തരാം, എന്നിട്ട് 4 കൊണ്ടുള്ളതും കാണിച്ചു തരാം. ഓക്കെ. സോ 16 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 8 × 3 ആണ് അല്ലേ? ഇവിടെ 24 എന്നുള്ളതോ സോറി 8 × 3 അല്ല, 8 × 2 ആണ് 16 അല്ലേ? സോറി 8 × 2 ആണ് 16. 8 × 2 ആണ് 16. 24 ഉള്ള എന്താണ്? 8 × 3 ആണ് അല്ലേ? 8 × 3 ആണ്. സോ ഇവിടെ മുകളിലും താഴെയും നമുക്ക് എന്ത് വരുന്നുണ്ട്? 8 വരുന്നുണ്ട്. സോ ഇത് 2/3 എന്നുള്ള ഫ്രാക്ഷൻ കിട്ടി. ക്ലിയർ ആയില്ലേ? സോ 2/3 നമ്മൾ ഓപ്ഷൻസിൽ ഇല്ലേ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് വരിക. നമ്മളിവിടെ യൂഷ്വലി എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്ക് 16/24 കിട്ടിയിട്ടുണ്ടാവും. ബട്ട് നമ്മൾ ഓപ്ഷനിൽ 16/24 കാണാനില്ല. അപ്പോൾ നമ്മൾ 24/16 ഇത് സെയിം ആണല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ചിലപ്പോൾ തെറ്റിയതാവും എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? 24/16 നമ്മൾ മാർക്ക് ചെയ്ത് പോവും, റോങ് ആയി പോകും. ഇവിടെ ശരിക്കും എന്താണ്? ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഓക്കെ, ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ ഇതിന് 2/3 എന്നുള്ള ഫ്രാക്ഷനിലോട്ട് എത്തും.
ഇനി 16/24 നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വിചാരിക്കാം. ഓക്കെ, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 16/24 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 4 ആണ് 16. നമ്മളെ ഡൗണില് 24 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 4 അല്ലേ? 4 6 24 ആണ്. 4 × 6 ആണ് 24. ഇതിൽ നമുക്ക് 4 ഒഴിവായി പോയാൽ ഇവിടെ 4/6 ആണ് കിട്ടിയത്. 4/6 ആണ് കിട്ടിയത്. ഇപ്പം നമുക്ക് 2/3 കിട്ടിയിട്ടില്ല. ഇനി ഈ 4ഉം 6ഉം നോക്കുകയാണെങ്കിൽ ഇത് 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? ആണല്ലേ? ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. 6 എന്ന് പറഞ്ഞാലോ 3 × 2 ആണ്. ഇവിടെ നമ്മൾ 2 കട്ട് ചെയ്ത് പോയാൽ ബാലൻസ് എന്ത് കിട്ടും? 2/3 എന്നുള്ളത് കിട്ടും. അപ്പോൾ ആൻസർ എങ്ങനെയായാലും 2/3 എത്തും അല്ലേ? സിംപ്ലസ്റ്റ് ഫോം ആയിട്ടുള്ള 2/3 എന്നുള്ള ഫ്രാക്ഷനിലോട്ട്. സോ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. ക്ലിയർ അല്ലേ എങ്ങനെ ചെയ്തു എന്നുള്ളത്? യെസ്. സോ നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എ മാൻ സ്ലീപ്സ് 8 hours എ ഡേ. ഒരാൾ എത്ര ഒരു ദിവസം 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. ഹൗ മെനി പാർട്സ് ഓഫ് ദ ഡേ ഡിഡ് ഹി സ്ലീപ്? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിന്റെ എത്ര പാർട്ടാണ് ആൾ ഉറങ്ങിപ്പോകുന്നത്? ഓക്കെ, ഉറങ്ങുന്നതാണ് കാണേണ്ടത്. നമുക്കറിയാം ഒരു ഡേ എന്ന് പറഞ്ഞാൽ എത്ര ഹവേഴ്സ് ആണ്? വൺ ഡേ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 24 ഹവേഴ്സ് ആണ് അല്ലേ? 24 ഹവേഴ്സ് ആണ്. ഈ 24 ഹവേഴ്സ് അപ്പോൾ നമ്മൾ 24 എന്നുള്ളതിനെ നമ്മൾ ഫ്രാക്ഷനിൽ ഡൗൺ സൈഡിൽ ഡിനോമിനേറ്ററിൽ എഴുതും. ആൻഡ് ന്യൂമറേറ്റർ നമ്മൾ അപ്പർ സൈഡിൽ എന്താ വരിക? ടോട്ടൽ എത്ര ഫ്രാക്ഷൻ ഉറങ്ങി എന്നുള്ളത് അല്ലേ? ടോട്ടൽ എത്രയാണ് ഉറങ്ങിയിട്ടുള്ളത്? 8 ഹവേഴ്സ് ആണ്. സോ 8/24. ഇവിടെയും നമ്മൾ 8/24 എന്നുള്ള ആൻസർ നമ്മൾ ഓപ്ഷനിൽ കാണാനില്ല. ഓപ്ഷനിലില്ല. 8/24 ഓപ്ഷനിൽ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെയും നമുക്ക് നോക്കാം. ഇവിടെ 8 എന്ന് പറഞ്ഞാൽ 8ന്റെ മൾട്ടിപ്പിൾ ആണ്. 24 എന്ന് പറഞ്ഞാൽ 8 × 3 ആണല്ലേ? 8 എന്ന് പറഞ്ഞാൽ 8 × 1 ആണ്. ഇവിടെ 24 എന്ന് പറഞ്ഞാൽ 8 × 3 ആണ്. സോ നമുക്ക് ഇതിനെന്ത് ചെയ്യാം? 8 എന്നുള്ളതിനെ 8 × 1 എന്നുള്ള രൂപത്തിൽ എഴുതാം. 24 എന്നുള്ളതിനെ 8 × 3 എന്നുള്ള രൂപത്തിൽ എഴുതാം. ക്ലിയർ അല്ലേ? യെസ്. സോ ഇവിടെ നമ്മൾ മുകളിലും താഴെ എന്തുണ്ട്? 8 ഉണ്ട്. സോ ആ 8നെ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് ബാലൻസ് എന്ത് കിട്ടും? 1/3 എന്നുള്ള ഫ്രാക്ഷൻ കിട്ടും. ഓക്കെ, സോ 1/3 എന്ന് പറഞ്ഞാലും 8/24 എന്ന് പറഞ്ഞാലും സെയിം ഫ്രാക്ഷൻസ് ആണ് അല്ലേ? ഈ 1/3 എന്നുള്ള ഫ്രാക്ഷനിൽ നമ്മൾ 8 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 24 എന്നുള്ള ആൻസർ കിട്ടും. സോ നമ്മുടെ ആൻസർ ഇവിടെ വരിക ഓപ്ഷൻ ബി 1/3 ആണ്. ക്ലിയർ അല്ലേ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി അടുത്തൊരു ലൈവിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.